ഈ ബോഗൻവില്ല നോക്കിയാൽ നല്ല ഭംഗിയില്ലേ, എന്തൊരു രസം നോക്കിയല്ലേ ഈ ബോഗൻവില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് തന്നെ ഈ ബോഗൻവില്ലയാണ് കേട്ടോ. എൻ്റെ എല്ലാ ബോഗൻവില്ലകളും ഞാൻ വാർക്ക് മുകളിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ വാർക്ക് മുകളിൽ വെച്ച് കഴിഞ്ഞപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞപ്പോൾ ഈ കല്യാണത്തിൻ്റെ തിരക്കിൽ എനിക്കൊന്നും എടുത്ത് വയ്ക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എല്ലാ ബോഗൻവില്ലയിലും പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. പക്ഷേ ഈ ഒരു ബോഗൻവില്ലയിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനപ്പോൾ ആ ബോഗൻവില്ല സാധാരണ മഴയത്തെല്ലാം പോയി, പക്ഷേ ഇതിൻ്റെ പൂക്കളൊന്നും തന്നെ പോയിട്ടില്ല. അപ്പോൾ അത് സൺസൈഡിൽ ഞാൻ ഇറക്കി താഴെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ, നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അവിടെ വെച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതാണ് താഴേക്ക് ഇറക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. ഞാനിത് കട്ട് ചെയ്ത് ഇതുമേ മറ്റുള്ള ഗ്രാഫ്റ്റ് ചെയ്ത് മറ്റുള്ള കളറൊക്കെ പിടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഇതൊരു 5 വർഷമെങ്കിലും പഴക്കമുള്ള ബോഗൻവില്ലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുമേ ഗ്രാഫ്റ്റ് ചെയ്യണില്ല. വേറെ ബോഗൻവില്ലകളുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ, ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗി, കൊട പോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പൂമരം പോലെ ആയി തുടങ്ങി. അപ്പം ഇത് ഇനി ഇങ്ങനെ തന്നെ വെക്കണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും മുമ്പ് തൈകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തൈകളാണ്, നല്ല മെച്ചൂർഡായ തൈകളാണ്. ഈ പ്രാവശ്യം പൂക്കളൊക്കെ ഉണ്ടായ തൈയാണ് കേട്ടോ, നല്ല വലിപ്പം വെച്ച തൈകളാണ്, നല്ലോണം പൂ ഉണ്ടായതാണ് ഈ പ്രാവശ്യം. അപ്പോൾ നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് തൈകളുള്ളൂ. അപ്പോൾ ആദ്യം വരുന്നവർക്ക് ഞാൻ ഈ തൈകൾ വിൽപ്പന ചെയ്യും. അപ്പോൾ ആവശ്യമുള്ളവർ ആദ്യം ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. ആരും വിളിക്കരുത് കേട്ടോ, വിളിച്ച് കഴിയുമ്പോൾ എനിക്ക് ഒന്നാമത്തെ സമയം കുറവാണ്. അപ്പോൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക്, ഏറ്റവും പ്രിയമുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.